അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോകുന്നു. ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നമ്മുടെ ദൈവത്തെ കാണാം. ഇന്ന് നമ്മൾ വായിച്ചത് ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിവരവ്. 126 സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ എന്ന് പറഞ്ഞാട്ട് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. ദൈവം ചിലത് ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. നീ സ്വപ്നം കാണുന്നവളെ പോലെ ആയിരിക്കും. കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനത്രേ. എത്ര പേർക്ക് കൈകൾ അടിച്ച് ശക്തിയോടെ വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എന്താ സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം? സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം ഈ പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ല എന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായേൽ ജനവും ചിന്തിച്ചു. ഒന്നുകൂടെ പറയാം, അവർ ചിന്തിച്ചു ഇനി വരില്ല, തിരിച്ചു വരവില്ല. അയൽക്കാർ ചിന്തിച്ചു ഇനിയും തിരിച്ചു വരവില്ല. അവരെ പിടിച്ചു വെച്ചവരും ചിന്തിച്ചു ഇനിയും മടങ്ങി വരവില്ല. പലരും പറഞ്ഞ് ഇനിയും തിരിച്ചു വരവില്ല. എന്നാൽ സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞത്, സംഭവിക്കില്ലെന്ന് അയൽക്കാർ പറഞ്ഞത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു. ഈ മീറ്റിങ്ങിൻ്റെ സുവിശേഷ യോഗത്തിൻ്റെ 3-ാം രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി സംഭവിക്കത്തില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നിന്റെ പായിലിരുന്ന് ആരാധിക്കുന്നവർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് വിശ്വാസത്തോട് പറഞ്ഞാട്ട്, സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ട്, ഒരിക്കലും നടക്കത്തില്ലെന്ന്, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, നിന്റെ നാട്ടുകാർ പറയുന്നത്, അല്ല നിന്റെ വീട്ടുകാർ പറയുന്നത്, നിന്റെ സഭക്കാർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. അല്ല പറഞ്ഞ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ ആർപ്പമുണ്ടായിരുന്നു. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും നിന്റെ തലമുറയെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞ ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. എത്രവർക്ക് വിശ്വാസത്തോടെ സ്തോത്രം പറയുന്നു. ഇസ്രായേൽ മടങ്ങി വരുമെന്ന് ചിന്തിച്ചില്ല, അവർ മടങ്ങി വന്നു. സ്തോത്രം. നമ്മുടെ സമയ ചുരുക്കം കൊണ്ട് ഓടിച്ചാൻ വിടാം. വേദവസം നോക്കിയ അബ്രഹാമിനെ ഒരു തലമുറയുണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. ഇസഹാക്കിൻ്റെ ജനനം അസാധ്യമായിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്തം അവിടെ കൊടുത്തതാ. 75-ാം വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം 25 വർഷം വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരുന്നു. എത്ര വർഷമാ? 25 വർഷം. ഇടയ്ക്കിടയ്ക്ക് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ കളിപ്പിക്കരുത്. 15-ാം അധ്യായത്തിൽ അബ്രഹാം പറഞ്ഞു, എനിക്ക് നീ എന്നെ പറ്റിക്കരുത്, എലയാസറിൻ്റെ മുമ്പാകെ ജീവിച്ചാൽ മതി, എന്നെ നോക്കണം. കാരണം ഈ 15-ാം അധ്യായത്തിൽ എല്ലായിടത്തും വായിപ്പിക്കാൻ നേരമില്ല. ദൈവം യാക്കോബിനോട് അബ്രഹാമിനെ രാത്രിയിൽ കൂടാരത്തിൽ വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി. നല്ല നിലാവുള്ള രാത്രി പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശം നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടെ പറയും, ദൈവവാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കുമെന്ന്. അബ്രഹാം നക്ഷത്രം എണ്ണാൻ തുടങ്ങി. എണ്ണി 1, 2, 3, 4, 5 എണ്ണി വരുമ്പോൾ മൊത്തം തെറ്റുക. നക്ഷത്രം എണ്ണിയിട്ടുണ്ടോ ആരെങ്കിലും? എന്തോ നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ കോണ് നമ്മൾ പലരും കണ്ടിട്ടില്ല.
കൂടുതൽ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങളെ കുറച്ച് പേരൊക്കെ യാത്ര, ഞാൻ ഒരുമാതിരി വെള്ളം പോയി കഴിഞ്ഞു. ഞാൻ പോലും ഭൂമിയുടെ കൂട് കണ്ടിട്ടില്ല. ഈ ഭൂമി എത്ര വലുതാണെന്ന് നമുക്കറിയാമോ? എന്നാൽ ഈ ഭൂമിയെപ്പോലെയുള്ള 13 ലക്ഷം, ശ്രദ്ധിച്ച് കേൾക്കുക, 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമാണ് സൂര്യൻ. അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളൂ. ഹോ, അപ്പോൾ എത്ര വലിപ്പമാവൻ? അങ്ങനെ 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 2-3 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളും. നമ്മളാ പൊട്ടുപോലെ കാണുന്ന സാധനമേ അതിനകത്തിൽ കൊള്ളും. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പം എത്ര വലുതാ? വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന പല നക്ഷത്രത്തിനെയും വെളിച്ചം ഇവിടെ വന്നിട്ടില്ല. അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഈ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരിയുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ഈ ആകാശങ്ങയിലുണ്ട്. ഏതാണ്ട് 10,000 കോടി നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു ഗാലക്സി. അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികൾ അവിടെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇതിനെയെല്ലാം നിർമ്മിച്ച ദൈവം, ഇതിനെയെല്ലാം പാലിക്കുന്ന ദൈവം, ഇതിനെല്ലാം റൂട്ട് നിശ്ചയിച്ച ദൈവം, ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവരതിനകത്ത് നിന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ചോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവന. ഒന്ന് കയ്യെങ്കിലും അടി. ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ചോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടു വാനത്തിൽ തൂക്കി. കൈയടിച്ചേ. താൻ നല്ലവനല്ലോ, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലും പ്രമോദമുണ്ടല്ലോ. മാനവേരിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ. നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തീരുമേതാനുന്നത സന്നിധാന. എഴുതേ. താൻ നല്ലവനല്ലോ, താൻ വല്ലഭനല്ലോ എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധി. ജ്ഞാനത്തോട് ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ മരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര ഗോളങ്ങളെ മോടിയോട് വാനത്തിൽ തൂക്കിയവൻ. ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ കൃപ കിട്ടിയ ദൈവമക്കൾ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ഒരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ? മോനെ, ഈ നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമോ? 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അത്രം വലിയ സൂര്യനെ പോലെയുള്ള 2 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം, കോടാനുകോടി നക്ഷത്രം, ഇവയെ ഉണ്ടാക്കി പാലിക്കുന്ന എനിക്ക് നിനക്ക് 100-ാം വയസ്സിൽ ഒരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണ്.
ഒന്നും മനസ്സിലായില്ലേ? അമ്പരം ചോദിച്ചാതാ. ഇവിടെ മക്കളെ, ഇതൊക്കെ ഈ തമ്പുരാനെ സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ, നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ആരാ നമ്മുടെ ദൈവം? ഓ സ്തോത്രം. 18-ാം അധ്യായത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്നവർ അവർ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നിൻ്റെ വീട്ടിൽ ഞങ്ങൾ വരും, അപ്പം നിനക്കൊരു മകനുണ്ടായിരിക്കും. ഇവിടെ നോക്കി, ഇത് പറയുന്ന കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് അബ്രഹാമിനോട് കൂടാരവാതിക്കൽ നിന്ന് ദൈവം തമ്പുരാൻ ഇത് പറയുമ്പോൾ കൂടാരത്തിനകത്ത് നിന്നൊരാൾ ചിരിച്ചു. ആരാ ചിരിച്ചേ? സാറാ. കൂടാരത്തിൻ്റെ പുറത്ത് നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. ഉടനെ അവൻ പറഞ്ഞു, സാറാ ചിരിച്ചതെന്ത്? സാറാ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. പുറത്ത് നിന്നും പറഞ്ഞല്ല, നീ ചിരിച്ചു. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവവൈദ്യരെ, ദൂരെ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞേ, ആരും കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ഓഷമറിയാന, അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. നീ രഹസ്യമായി കരയുന്ന പലതിനും പരസ്യമായവൻ ഉത്തരം തന്ന ദൈവമാണ്. നീ പലപ്പോഴും ആരും കാണലെന്ന് പറഞ്ഞ് തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും അവൻ്റെ തുരുത്തിയിലുണ്ടെന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ ബെഡ്റൂമിൽ നീ ഒഴുക്കിയ കണ്ണുനീരുകൾ, നിന്റെ കിച്ചണിൽ നീ ആരും കാണാതെ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവന് ഇസഹാക്കിനെ കൊടുത്തു. ആരെയിൽ നിന്ന് വായിച്ചേ? 21-ാം അധ്യായത്തിലെ 5, 21-ന്റെ 1 വായിച്ചിട്ട് 5 മുതൽ. പെട്ടെന്ന് വായിക്കാട്ടോ, പെട്ടെന്ന് വായിച്ചാട്ടെ. 21-ന്റെ 1 വായിച്ചിട്ട് 5 മുതൽ വായിച്ചു. ആ, നിവർത്തിച്ചു. ഞാൻ 5-ാം വാക്യം വായിച്ചു. അതാ വലിയൊരു മർമ്മമാണ് 5-ാം വാക്യം. ആ, അത് തന്നെ. ആ, യെസ്, വായിച്ചു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. അടുത്തത് അത് വായിക്കാനായിരുന്നു. സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ഒരു കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോട് ആര് പറയുമായിരുന്നു? ആര് പറഞ്ഞു? കർത്താവിൻ്റെ ദാസൻ ദീർഘവർഷങ്ങളെ അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഞാൻ ഇവിടെ പ്രസംഗിച്ചു. ആര് പറയും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ലോകം എങ്ങും മലയാളി എവിടെ ഉണ്ടോ അവിടെല്ലാം പ്രസംഗിക്കുന്നതാണ്. ഞാൻ കണ്ട വലിയ സങ്കടങ്ങളൊന്നാണ് തലമുറയില്ലാത്ത ദുഃഖം. അതിനെ ദൈവകൃപ അതിജീവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ സാധാരണ വിവാഹം കഴിച്ച് ഒരു 3-4 വർഷമൊക്കെ 2-3 വർഷം കഴിയുമ്പോൾ മുതൽ കരചാരം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും. അപ്പോഴെല്ലാം പറയും, സാരമില്ല, ദൈവം ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. 5-ാം വർഷം പറയും ദൈവം പ്രവർത്തിക്കും. 6 പറഞ്ഞു, 7 പറഞ്ഞു, 8 പറഞ്ഞു, 9 പറഞ്ഞു, 10 പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞവരെല്ലാം നിർത്തി. അതുവരെ പറയും ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. പറഞ്ഞവനെല്ലാം നിർത്തി ദൈവം പ്രവർത്തിക്കുമെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സാറാ മക്കൾക്കും മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? ആദ്യം പറഞ്ഞവനൊക്കെ നിർത്തി, ആരും പറയാതായി. ഓ ഷാറിഖുമാസംതനിയ, ഓ ഹല്ലേലൂയ. നിന്നോട് ദൂത് പറഞ്ഞ പ്രവാചകൻ കാലുമാറിയാലും കാലുമാറാത്തൊരു ദൈവമുണ്ട്, വാക്കുമാറാത്തൊരു ദൈവമുണ്ട്. ഹൈയടിച്ചേ, വാ തുറന്നേ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആര് പറയുമായിരുന്നു? ആരും പറഞ്ഞില്ല.
ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ആരും പറഞ്ഞില്ലേ? ഇതാരോടൊക്കെയോ ദൂത പരിശുദ്ധാത്മാ പറയാ. വൈദ്യശാസ്ത്രം കൈമലർത്തട്ടെ, ഡോക്ടർമാർ കൈയൊഴിയട്ടെ, ഞാൻ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഓരോ വാക്കും പരിശുദ്ധാത്മാവിലാണ്. ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞാലും നിന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ നിന്റെ കൺമുമ്പിൽ എന്നെ നിവർത്തിയ നീ കാണും. വിശ്വസിക്കേ. ഓ കൈയോടെ ശക്തിയോടെ ആത്മാ നിറവിൽ ദൈവത്തെ സുവിശേ കുഞ്ഞെ യേശുവിന്റെ നാമത്തിൽ പറ. ആരും എൻ്റെ കൂടൊപ്പം നിൽക്കാനില്ലെങ്കിലും, ആര് സൈഡ് പറയാനില്ലെങ്കിലും എൻ്റെ ദൈവം പറയും, നിവർത്തിക്കും. ആര് പറയുമായിരുന്നു? പറഞ്ഞവരെല്ലാം നിർത്തി. ഈ അബ്രഹാം ഇസാക്കൂടെ ആരാധനമേല കയറുമ്പം അബ്രഹാമിനോട് ഇസാക്ക് ചോദിച്ചു, അപ്പാ തീയുണ്ട് കത്തിയുണ്ട് പറയുണ്ട്, യാഗവസ്തു എവിടെ? സ്തോത്രം. നീ തന്നാടാ യാഗമൃഗമെന്ന് പറഞ്ഞില്ല. അബ്രഹാമിന് മറുപടി, യഹോവ ദൈവം കരുതും. ദൈവം കരുതും. രക്ഷിക്കപ്പെടാത്തവരോ ജ്ഞാനപ്പെടാത്തവരിനകത്ത് ഉണ്ടെങ്കിൽ പറയാം, ദൈവം കരുതുമെന്ന് നിന്റെ തലമുറയോട് പറയണം. ഒത്തിരി കല്യാണ കൃപയാ ഞാൻ കേരളത്തിൽ നടത്താറുണ്ട്. നമ്മുടെ പ്രശ്നം പരസ്പരം ധൈര്യപ്പെടുത്തണം. ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം, ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, മക്കൾ തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം, അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. എന്താ പറയേണ്ടതെന്നറിയാമോ? യഹോവയിരേ. കൈ ഉയർത്തി പറ, യഹോവയിരേ. വാ തുറന്ന് പറ, യഹോവയിരേ. കരമടിച്ച് ദൈവത്തെ കരുതും. യഹോവ കരുതുമെന്ന് പറ. കൈയടിച്ച് പറ, ശക്തിയോട് പറ, യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവം കരുതും. ഹല്ലേലൂയ. സ്തോത്രം. അല്ല വിഷം വാങ്ങിച്ചോണ്ട് വരാനല്ല പറയണ്ടേ. നിന്റെ ഭാര്യ തളരുമ്പം പറയണം, ദൈവം കരുതും കുഞ്ഞെ. ഭർത്താവ് കരുതും പറഞ്ഞ അച്ഛാ ഇതുവരെ നടത്തിയവൻ ഇനി നടത്തും. അല്ല വാ വിഷം വാങ്ങിച്ചോണ്ട് വാ, നമുക്കെല്ലാം കൂടെ തിന്നിട്ട് ചാകാം. അല്ല എല്ലാവർക്കും കൂടെ കണ്ടിച്ചോ. ഏത് പ്രതിസന്ധിയിലും ധൈര്യപ്പെടുത്തണം. ഇതൊക്കെ ദൈവദൂത. ഈ യോബിൻ്റെ ഭവനം ഒരു കുടുംബം എങ്ങനെ ആകണം തെളിവാ. കുടുംബ പ്രാർത്ഥന എങ്ങനെ വേണമെന്നുള്ള തെളിവാ യോബിൻ്റെ കുടുംബം. എന്നാൽ പിശാചിൻ്റെ വെല്ലുവിളി വന്നപ്പോൾ അവർക്ക് ഒന്നിച്ചെതിർപ്പാൻ കഴിഞ്ഞില്ല. രാത്രി ദൈവാത്മാവിൽ പറയും, നിനക്ക് നേരെ ശത്രു വാടകോരുമ്പോൾ, നിന്റെ കുടുംബത്തിന് നേരെ ദുഷ്ട പിശാച് വാടകോരുമ്പോൾ അതിനെ ഒന്നിച്ച് എതിർക്കുക. കൈയോട് കൈ കോർത്ത് പിടിച്ച് ആത്മാവിൽ പോരാടുക. പറയണം, ദൈവം കരുതും കുഞ്ഞെ എന്ന് പറയണം. മക്കളോട് പറയണം, മക്കളെ ദൈവം കരുതും. അങ്ങനെ പഠിപ്പിച്ച് നോക്കി. മക്കളെ, കുഞ്ഞുങ്ങളെ, കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. നിന്റെ അപ്പൻ തളർന്ന് കാണുമ്പോൾ, നിന്റെ അമ്മ തളരുമ്പോൾ നീ പറയണം, ദൈവം കരുതും പപ്പ. അങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ല കൂട്ടയാത്മഹത്യ. സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് നിവർത്തിച്ചു. അവൻ ആ സാധ്യങ്ങളെ സാധ്യമാകും ദൈവം. ഞാൻ സകലത്തിൻ്റെ ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത. കൈ ഉയർത്തി പറഞ്ഞാട്ട് വല്ല കാര്യമുണ്ടോ? രണ്ട് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, നമ്മുടെ സമയം പോയി. യാക്കോബ് തൻ്റെ മകനായ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചില്ല. യോസഫ് വീട്ടിൽ നിന്ന് 17-ാം വയസ്സിൽ പോയി. 22 വർഷം യോസഫിനെ ഓർത്ത് യാക്കോബ് കരഞ്ഞുകൊണ്ടേയിരുന്നു. വേദവസ്തം കരഞ്ഞുകൊണ്ടേയിരുന്നു. യാക്കോബ് പറഞ്ഞുകൊണ്ടിരുന്നൊരു പദമുണ്ട്, എന്തെന്നറിയാമോ? യോസഫിൻ്റെ കൂടെ ഇല്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. പക്ഷെ പുസ്തകം എഴുതിയിരിക്കുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. അവനതിനെ തകർത്തുകൊണ്ട് പുറത്തു വന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഹോളിൽ വന്ന ദൈവമേ, നിന്റെ നന്മകളെ മുഴുവൻ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാലും അതിനെ തകർക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ സകല നന്മകളെയും ദുഷ്ടപിശാച് ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒറ്റ വാക്കിനാൽ അതിനെ അഴിച്ചു വിടുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എല്ലാവരും ഒന്നോട് അല്പസമയോടെ ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ രാത്രി ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ.
ആ ബാബ റഖന സംധന റിയല രതന ഉടമ റഘുന സന. യേശു ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയും, ഈ കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. അതെല്ലാം പിശാച് ചെയ്യാൻ പിതാവാം ദൈവം അനുവദിച്ചു. സാത്താൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത നിനക്ക് വിരോധമായി, നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി, നിൻ്റെ നന്മയ്ക്ക് വിരോധമായി, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിൻ്റെ സഭയ്ക്ക് വിരോധമായി ദുഷ്ട പിശാച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളട്ടെ. സാത്താനെ നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തോ, പക്ഷെ ജയം നിനക്കല്ല, ജയം യേശുവിനാ, ജയം ദൈവസഭയ്ക്കാ. എത്ര പേർക്ക് ആത്മാവിൻ്റെ നിറവിൽ പറയാൻ കഴിയും? ജയം ദൈവസഭയ്ക്ക്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, ഇതേ പിശാച് നമ്മുടെ കർത്താവ് മടങ്ങി വരില്ല എന്ന് പറയുന്നു. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയുന്നു. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും ആദ്യകാലത്തിരുന്ന പോലെ ഇരിക്കുമെന്ന് പറയുന്നു. ന്യായവിധി നടക്കത്തില്ലെന്ന് പറയുന്നു. പുതുവാന ഭൂമിയിൽ എന്ന് പറയുന്നു. മരിച്ചവിടെ ഉയർപ്പില്ലെന്ന് പറയുന്നു. പക്ഷേ യോഹന്നാൻ 5:25 ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. യോഹന്നാൻ 5:28 ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും, നന്മ ജീവനായും തിന്മ ന്യായവിധിക്കായും പൊരുത്തുവാനും ചെയ്യും. ഇവിടെ കയറി വാരി വീഴുന്ന ശബ്ദത്തിങ്കൽ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ ഭൂമിയുടെ ഗുരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് കുതിച്ചുയരും. ജീവനോട് ശേഷിക്കുന്ന വൃതന്മാർ രൂപാന്തരം പ്രാപിക്കും. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, നിത്യതയുണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവുണ്ട്. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവത്തോടെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. കൈ ഉയർത്തി പറഞ്ഞേ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ തൻ്റെ ഇടം ഉണ്ടോ നാം എന്ന് പറയാൻ? ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടെ ഇരിക്കും. യേശു മടങ്ങി വരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ സാധ്യമാക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാ? സംഭവിക്കും. മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നൊരു ശാസ്ത്രജ്ഞനോട്, ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു. അദ്ദേഹം ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വെതറി. എന്നിട്ട് ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് മുകളിലൂടെ ഞാൻ ഓടിച്ചപ്പം മണ്ണിൽ കിടന്ന് ഇരുമ്പെല്ലാം ഫും 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 എന്ന് പറഞ്ഞ് ചാടിപ്പിടിച്ച് ഒന്നിച്ചു കൂടി. എന്നിട്ട് അദ്ദേഹം ചേട്ടാ ഒരു മാഗ്നറ്റിക് ദണ്ടിന് ഇവിടെ കിടന്ന് ഈ മണ്ണിനടിയിൽ കിടന്ന് ഈ ഇരുമ്പ് സത്തിനെല്ലാം കൂടെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ല. യേശു വരും, വിശുദ്ധർ ഉയർക്കും. സ്തോത്രം. മണ്ണിൽ മറഞ്ഞ വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കും, രൂപാന്തരം പ്രാപിക്കും. ഇന്ന് രാത്രി കർത്താവ് വന്ന് എടുക്കപ്പെടുവോ? റെഡിയാണോ പോകാൻ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വേഗം നടക്കുക. എനിക്ക് പറയാനുള്ള ഈ മണ്ണാങ്കട്ടയുടെ കാര്യമൊന്നുമല്ല. കാകളം ധരിച്ചാൽ പോകാവോ? റെഡിയാണോ? 56,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ കോവിഡിന് ശേഷം പിന്നെ മുഖാമുഖം കാണുന്നത്. 56,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തിരുവല്ലായിൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. അങ്ങേയറ്റം പോയ 5,000 സ്ക്വയർ ഫീറ്റ്. ഒരു 10 മുറിയുള്ള വീടുണ്ട്, 8,000, അതിനപ്പുറം ഇല്ല. അപ്പോൾ അച്ഛാ 58,000 നിന്നിച്ച് 20 പേരെ ഉള്ളായിരുന്നു നടക്കാൻ. പാലായിൽ 38 വയസ്സുകാരൻ 38,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. 38,000 വീടിനെ ഉദ്ഘാടനം 15 ലക്ഷം ലൈവ് പൂക്കൾ കൊണ്ടുവച്ചു. 15 ലക്ഷം രൂപയുടെ പൂക്കൾ തന്നെ. നമ്മളൊക്കെ വായിച്ചില്ലേ, ഇതൊക്കെ കണ്ടല്ലേ? അത്രയും കൊണ്ട് ഒരു വീട് പണിയാം. അവനെയും കോവിഡ് കൊണ്ടുപോയി. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. അനീഷ് പാസ്റ്റർക്കറിയാം എൻ്റെ പ്രസംഗ ശൈലി ഇതാ. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഓടണ്ടേ. എനി ടൈം വിടം. അതുകൊണ്ട് പ്രസംഗികരും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, പ്രവാചകരും പാട്ടുകാരും
ജനത്തെ ഒരുക്കേണ്ടത് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി. ഇതൊക്കെ തമ്പുരാൻ തരുമെന്നേ. പിടിച്ചോ പ്രാപിച്ചോ എന്നും പറഞ്ഞ് എന്തോ പ്രാപിക്കാനോ, ഇത്രയൊക്കെ കിട്ടിയില്ലയോ, ആർത്തിയോ നടങ്ങ്. ഞാൻ ഈയിടെ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞ് പൗലോസ് അവസാനം, ഇത് നിങ്ങൾക്ക് പിടിക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. പൗലോസ് പറഞ്ഞു മതി, വേണ്ടുന്നതല്ല. എന്തോ ഉണ്ട് പുള്ളിക്ക്. ആ പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറയാം, പുതപ്പും ചർമ്മലിഖിതവും കൊണ്ടുവരണം, ശീതകാലത്തിന് മുമ്പേ വരണം. ഞാനിതൊക്കെ വായിച്ച് കരയും. തണുപ്പിന് മുമ്പ് വരണമെന്ന്, അവിടുന്ന് പുതപ്പ് കൊണ്ടുവരണമെന്ന് പുതയ്ക്കാൻ. ആ പുള്ളി പറഞ്ഞു മതി. നമ്മുടെ അച്ചായന്മാരാരേലും മതിയെന്ന് പറഞ്ഞാൽ അന്ന് കാകളം തുനിക്കും. അന്ന് കാകളം തുനിക്കും. 40 വർഷമായി ഇവിടെ പോയി കിടന്നല്ല, വാരി 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 കൂട്ടി. ഇവിടെ എല്ലാം കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സഹോദരൻ എഴുതാവെന്നല്ല എഴുതി കൂട്ടി അവസാനം പിള്ളേരെ എല്ലാം കാനഡയിൽ വിട്ടു, UK പോയി, USA പോയി. അവരാരും ഇങ്ങോട്ട് വരുത്തുമില്ല. ഇപ്പം ഞാൻ ഈയിടെ ഓസ്ട്രേലിയയിൽ പോയി, പലയിടത്തും പോയി. അപ്പോൾ ഇവരെല്ലാം ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ നാട്ടിലെ ഇന്നിടത്ത് ഇത്ര സെൻറ്റ് കിടക്കുന്നു, ഇന്നിടത്ത് വിറ്റ് കിട്ടാമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറയും പാവപ്പെട്ട 2 പേർക്ക് വേണ്ടി വീട് പണിയാൻ പോവാ പദ്ധതി. പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എന്തിന് അത് ഇന്നിടത്ത് സ്ഥലം കിടപ്പുണ്ട്, വിത്ത് കിട്ടിയാൽ ഒരു വീതം വിറ്റ് കിട്ടാൻ. ഞാൻ അദ്ദേഹത്തിന് വിറ്റിട്ട് വേണം എനിക്ക് അമ്മീടെ തരാൻ, കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കാൻ. ഇതെല്ലാം തീരാൻ പോവാ, അനങ്ങുന്നില്ലല്ലോ. പത്തനംതിട്ടയിൽ ഏറ്റവും അധികം ഇത്രയും പ്രസംഗം കയറി വരുന്നില്ലേ, അവകാശികളില്ലാത്ത പണം ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ കണക്ക് എവിടാ? പത്തനംതിട്ട 800 കോടിയിലധികം. പിശുക്കനാച്ചായൻ പെണ്ണുമ്പിള്ളയുടെ പേര് പോലും വെച്ചില്ല. എന്തിന്? നോമിനിയായിട്ട്. രണ്ടാമത് കൂടുതൽ കിടക്കുന്ന എവിടാ? കോട്ടയം ജില്ല. അതും അച്ചായന്മാരുടെ സ്ഥലമാണ്. അവകാശികളില്ല, കോടികൾ. ഈ നല്ലോ വാങ്ങിച്ച് കഴിക്കുക അതുമില്ല. നല്ലോരെന്തെങ്കിലും കഴി. ഇത് അരിമ്പി കൊണ്ടിട്ടു. എന്നിട്ടിപ്പോൾ പിള്ളേർക്ക് വേണോ? അവർ നല്ല അവർ വല്ല ഇങ്ങോട്ട് വരുമോ? എന്തേ ചെറുപ്പക്കാരെ 10 പിള്ളേരെ കാരണം ഗൾഫിലോ അമേരിക്കയിലൊക്കെ പോകണം. പോയി ഈയിടെ ഞങ്ങൾ നടത്തി വന്ന ഒരു അമ്മച്ചി സത്യം അമ്മച്ചി വന്നു എന്നോട് പറയാം, മക്കളെ എല്ലാം ഉയർത്തണേ, അവിടെ എത്തിക്കണേ ഇവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച്. ഇപ്പം കർത്താവേ അവത്തവായി ഒരുത്തനെങ്കിൽ ഇവിടെ കിടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചുമ്മാതെ ഇതിനു വേണ്ടി കിടന്ന് കരയാതെ നിലവിളിക്കാതെ, വേണ്ടതൊക്കെ ദൈവം തന്നില്ലേ, ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇളകരുത്. മേടിച്ചോ പിടിച്ചോ അതൊക്കെ നല്ലതാ. നിന്റെ ആർത്തി മുഴുവൻ ഈ മണ്ണിനാകരുത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ദൈവ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞങ്ങളൊക്കെ പഠിച്ചു. 1.5 മണിക്കൂർ ദൈവനും പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോഴാണ് ഒരു ചെറിയ തൊണ്ടവേദനയാണ് തോന്നി. ഞങ്ങരപ്പൊന്നും അല്ലെന്നേ. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു കാർഡിയാക് അറസ്റ്റ്. ഇത്രയുള്ള ജീവിതം. എത്രയോ വൻപന്മാരെയാ തപ്പിക്കൊണ്ടിരിക്കുന്നേ. നല്ലൊരു ശവമൊക്കെ കിട്ടിയോ? കാണുന്ന താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. നമ്മളിവിടിക്കുന്ന യാഥാർത്ഥ്യമാണ് നിത്യത. അതിനായി ഒരുങ്ങണം, അവിടെ എത്തണം. അവിടെ എത്തിയില്ലെങ്കിൽ, ഞാനിവിടെ പ്രസംഗിക്കാമെന്ന മറ്റൊരു വിഷയമായിരുന്നു. പരിശുദ്ധാത്മാവ് ഇത് പറയാൻ ഈ ഓടിയത് അധ്വാനിച്ചൊക്കെ വൃതയാ. യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടും നാം വേഗം കണ്ണീർ താഴ്വരാ. ശോഭയേറും ദേശം ദൂരെ കാണുന്നു, യോർദാനക്കരെ നാം വേഗം ചേർന്നിടും. ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയത്തിൻ്റെ കൺക്ലൂഷൻ അതാ, മറ്റൊരു വിഷയമായിരുന്നു. എലയാസർ റിബേക്കയെ ഒരുക്കിക്കൊണ്ടുവരുന്നു ഇസ്ഹാക്കിന് വേണ്ടി. എലയാസറും റിബേക്കയും മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എലയാസറിന് റിബേക്കയോട് പറയാനുള്ളത് മണ്ണിനെ കുറിച്ചല്ല,
കേൾക്കുന്നുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മരുഭൂമിയെക്കുറിച്ചല്ല, ചെന്നു പാർക്കാൻ പോകുന്ന വീട്, കാത്തിരിക്കുന്ന മണവാളൻ. അനീഷ് പാസ്റ്റർ, എനിക്കെവിടെ പ്രസംഗിച്ചാലും അതേ ഉള്ളൂ. കാത്തിരിക്കുന്ന മണവാളൻ, ചെന്നു പാർക്കാൻ പോകുന്ന വീട്. കുഞ്ഞേ, ഈ മണ്ണല്ല നിനക്ക് വലുത്, നിത്യതയാണ്. യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടുന്ന വേഗം കണ്ണീർ താഴ്വര, ശോഭേറും ദേശം ദൂരെ കാണുന്നു. യോർദാനക്കരെ നമ്മൾ വേഗം ചേരും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവും, ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ചവൻ, ശൂന്യ സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിച്ചത് സംഭവിപ്പിച്ച ദൈവത്തിന് കാവളം ധ്വനിക്കുമ്പോൾ ഈ മർത്യ ശരീരത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയും. നമ്മൾ രൂപാന്തരം പ്രാപിക്കും. നമ്മൾ കുതിച്ചുയരും. നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? കണ്ണടച്ചാട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തൊട്ടടുത്ത് വന്ന് പ്രസംഗിച്ചു കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച്. നിങ്ങൾ ചിലരോടുണ്ടായിരുന്നിരിക്കുക. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കെൻ്റെ കർത്താവിനെ കാണണം. എനിക്കെൻ്റെ പ്രിയൻ്റെ വീട്ടിൽ ചെല്ലണം. എൻ്റെ ലക്ഷ്യം നിത്യതയാണ്. ഇവിടെ ചിലത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് അങ്ങ് ചെല്ലണം. ആഗ്രഹിക്കുന്നവർ കണ്ണടച്ചേ, കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അവൻ്റെ കർത്താപ്പച്ചനോടൊപ്പം കഴിയണം. നിത്യ വീട്ടിൽ സമർപ്പിക്കുന്നവർ മാത്രം കൈ ഉയർത്തിക്കുക. എനിക്കെൻ്റെ യേശുവിനോടൊപ്പം കഴിയണം. എൻ്റെ ആശയം അതാണ്. നിത്യതയിൽ എനിക്കെത്തണം. സമർപ്പിക്കുക. നിങ്ങൾ കൈ ഉയർത്തിപ്പിടിക്കൂ. യേശുവേ നന്ദി. നിൻ്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഓട്ടോ അധ്വാനം വൃഥാവാകരുതേ. കാണുന്ന താൽക്കാലികമാണ് കർത്താവേ, കാണാത്ത നിത്യമാണ് കർത്താവേ. ഞങ്ങളുടെ ദൈവം അത്ഭുതവാനാണ്. ഞങ്ങളുടെ ദൈവം അതിശയവാനാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്ന ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നെങ്കിൽ താഴ്ചയുള്ള ശരീരത്തെ, അമർത്തിയുള്ള ശരീരത്തെ അനുഭവപ്പെടുത്താൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയര ഉയർക്കും, ജീവനോട് ശേഷി രൂപാന്തരം പ്രാപിക്കും. ആ ദിവസത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുതേ. ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കണം. കണ്ണട ചെല്ലവരും പ്രാർത്ഥിച്ചാട്ട്. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അടുത്ത നിമിഷം 17 വയസ്സ് മുതൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ആയിരക്കണക്കിന് വേദിയിൽ ഞാൻ പ്രസംഗിച്ച് 10,000 കൃപയാൽ. ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലം കേരളത്തിലില്ല. ഞാനിവിടെ പ്രസംഗപീഠത്തിൽ കയറിയാലും ദൈവനോട് 2 കാര്യം പറയും. അത് വലിയ ജനക്കൂട്ടമോ കുറവോ 2 കാര്യം പറയും. അതൊന്ന്, മോനെ, ഒരുപക്ഷെ നീ ഭൂവിൽ പ്രസംഗിക്കുന്ന അവസാന പ്രസംഗമായിരിക്കും. പാസ്റ്റർ കേട്ടിട്ടുണ്ടല്ലോ 27 വർഷം കൊണ്ട്. നീ ഭൂവിൽ പ്രസംഗിക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ഒരുപക്ഷെ ഇതായിരിക്കാം. 2, നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനം, അവർ ഈ ഭൂവിൽ കേൾക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ഒരുപക്ഷെ ഇതായിരിക്കാം. അതറിഞ്ഞാണ് ഞാൻ എല്ലാവരോടും പ്രസംഗിക്കുന്നത്. എല്ലാവരും കണ്ണടച്ച് മക്കളെ, ആരെയും ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടിന് സ്നാനപ്പെടാത്തവരുണ്ടോ? കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെടരുത്. യേശുവിനോട് ചേരണം, അവൻ്റെ കൽപ്പന അനുസരിക്കണം. ഇതിനകത്ത് എല്ലാവരും കണ്ണടച്ചേ. നാളെ രാവിലെ ഒന്ന് സ്നാനപ്പെടാനല്ല, ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറയും നിങ്ങൾക്കൊരവസരം തരാൻ. കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെടുന്നതിനേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. എനിക്ക് സ്നാനം സത്യമാണെന്നറിയാം, പക്ഷേ എൻ്റെ വീട്ടിലെ തടസ്സം ഒക്കെ കൊണ്ട് കഴിയുന്നില്ല. കർത്താവിന് അനുവദിച്ചാൽ ഞാൻ സ്നാനപ്പെടും.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. മക്കളെതിനെ അനുഗ്രഹിക്കട്ടെ. മക്കളെതിനെ നന്നായി കൈ ഉയർത്തിയാട്ട്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി സ്വർഗ്ഗം സന്തോഷിക്കുന്ന പാസ്റ്റർ. ദൈവം മക്കൾ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നന്നായി കൈ ഉയർത്തു. കാൽവറി നിനക്ക് വേണ്ടി അവൻ കാര്യം പാണിക്കായി കൈ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ മക്കളെ, ചെറുപ്പക്കാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സന്തോഷിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജലത്തിൽ സാക്ഷിച്ച് വേർപാട് വിശുദ്ധിയിൽ അങ്ങേ ആരാധിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത സ്തോത്രം. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നോർത്ത സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ശക്തിയോടെ യോഗം വൃതാവായില്ലല്ലോ. എത്ര 1000 പേര് കൂടുന്ന യോഗത്തേക്കാൾ എത്ര വലിയതാണിത്. 4 യുവ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ സമർപ്പിച്ചല്ലോ. എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ചേ ശക്തിയോടെ. യെസ്, നിങ്ങളുടെ വ്യക്തിപരമായ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവദാസന്മാർ നിങ്ങളോട് പ്രാർത്ഥിച്ചു കാണും. നിങ്ങൾ രഹസ്യമായി കരയുന്നതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. ആരോടും പറയാ നീ കരയുന്ന ചിലതിന് എല്ലാവരും കാണുക ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി കർത്താവിൻ്റെ അഭിഷക്തൻ എനിക്ക് വേണ്ടി കണ്ണടച്ചാട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയെ ആവശ്യമുള്ള കൈ ഉയർത്തിപ്പിടിക്കുക. ഏത് വിഷയമാകട്ടെ കൈ ഉയർത്തു. നിങ്ങളെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഏത് വിഷയമായാലും യേശുവിൻ്റെ കരം എപ്പോൾ നിങ്ങളെ തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ വേദന, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം ഞങ്ങൾക്കറിഞ്ഞുകൂടാ, അടിയൻ അറിഞ്ഞുകൂടാ, അങ്ങക്കറിയാം. നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയങ്ങൾക്കായി ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. പുത്തൻ വഴികൾ തുറക്കപ്പെടട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. തലമുറകൾ ലഭിക്കപ്പെടട്ടെ. വിവാഹം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.